നമ്മുടെ മെസ്സിയും പറയുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയും വേണ്ട ഒരു കോപ്പും വേണ്ട എന്ന് പറഞ്ഞാൽ അവിടെ ഇറങ്ങി പോവുകയാണ് കേട്ടോ. അങ്ങനെ നേരത്തെ നമ്മുടെ മെസ്സിനാണെങ്കിൽ ഒരു ഷൂ ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ മെസ്സിന് ഷൂ ഇഷ്ടപ്പെട്ട ഷൂ വാങ്ങുകയാണ് കേട്ടോ. ഇതേ സമയത്ത് നമ്മുടെ മെസ്സിൻ്റെ ഫ്രണ്ട് ചോദിക്കുകയാണെങ്കിൽ എന്താ മോളെ നിൻ്റെ പ്ലാൻ, നിനക്ക് സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് തുടങ്ങിയാൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ കയ്യിൽ അതിനുള്ള പണമൊന്നും ഇല്ലാടി, ഞാൻ എങ്ങനെ ചെറിയ പൈസ ഒരു ക്ലിനിക്ക് തുടങ്ങാൻ പോകുന്നത്, എന്തെങ്കിലും ചെയ്യണം, നാളെ തൊട്ട് വേറെ ജോലിക്ക് അപ്ലൈ ചെയ്ത് നോക്കണം, കിട്ടുമോ ആവോ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് നമ്മുടെ മെസ്സിയും പറയുകയാണ് കേട്ടോ. നീ ട്രൈ ചെയ്യടി, നിനക്ക് എന്തായാലും കിട്ടും. അപ്പോൾ നമ്മുടെ മെസ്സിയും പറയുകയാണ് ട്രൈ ചെയ്യണം, അല്ലാണ്ട് ഇപ്പോൾ വേറെ വഴിയൊന്നുമില്ല, ജോലി എടുക്കാനും ജീവിക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ പിറ്റേ ദിവസം ആവുകയാണ്. നമ്മുടെ മെസ്സിനാണെങ്കിൽ ഫോൺ തുറന്ന് നോക്കുമ്പോഴാണെങ്കിൽ നമ്മുടെ മെസ്സിയുടെ ഫോണിൽ നിന്ന് ആരോ നമ്മുടെ ക്ലിനിക്കിലെ മെയിൻ ഡോക്ടറിനെ പറ്റി കുറേ അപവാദങ്ങളൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ അവൾ കയറി നോക്കുമ്പോഴാണെങ്കിൽ അത് വൈറലായിട്ട് ഇരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മുടെ മെസ്സിനാണെങ്കിൽ ആകെ അയ്യോ ഇത് ഞാൻ ഇന്നലെ അറിയാണ്ട് ഇട്ടുപോയതാണല്ലോ എന്നുള്ളൊരു ഭാവത്തിൽ അവിടെ ഇരിക്കുകയായിരിക്കും കേട്ടോ. അങ്ങനെ അവൾ അതെല്ലാം വായിച്ച് നോക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് തന്നെ ട്രെയിൻ 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 എന്ന് പറഞ്ഞ് നമ്മുടെ മിസ്സുവിനെ വിളിക്കുകയാണ്. അത് 2-3 പ്രാവശ്യം കോൾ അടിക്കുന്നുണ്ടെങ്കിലും അവൾ ഫോൺ എടുക്കുന്നില്ല. അങ്ങനെ വീണ്ടും ഇങ്ങനെ ഫോൺ അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾ അയ്യോ ആകെ പണിയായല്ലോ എന്ന് വിചാരിച്ച് അവൾ തലയിൽ കൈ വെച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ മെസ്സേജ് വരികയാണ്, എടി നീ എന്നെക്കുറിച്ചാണല്ലോ ഇതേപോലെ എഴുതിയിട്ടത്, നിനക്ക് ഇനി എവിടെയും ജോലി കിട്ടാത്ത കൂടി ഞാൻ അതിനെ ആക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ മെയിൻ ഡോക്ടർ നമ്മുടെ മിസ്സുവിന് മെസ്സേജ് അയച്ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയത്ത് അവൾ ആകെ പേടിച്ച് പോവുകയാണ്. അങ്ങനെ അവളാണെങ്കിൽ ഒരു മൂഡൊന്നും ഇല്ലാണ്ട് അവൾ ഇരിക്കുകയാണ്. ഈ സമയത്ത് അവളുടെ ജോലിയും റിജക്റ്റ് ചെയ്തിരിക്കുകയാണ്. അവളൊരു ക്ലിനിക്കിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, ആ ജോലി റിജക്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവൾ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ച് ഇരിക്കുകയായിരിക്കും. അപ്പോഴായിരിക്കും അവളുടെ ഫ്രണ്ട് ഇങ്ങനെ മെസ്സേജ് അയക്കുകയാണ്, എടി നിനക്ക് ഇനി എവിടെയും ജോലി കിട്ടില്ല, അതേപോലെ രീതിയിലാണ് ഇവിടുത്തെ ആ ഹെഡ് നേഴ്സ് കാണിച്ചു വെച്ചിരിക്കുന്നത്, എല്ലാവർക്കും മെയിൽ അയക്കുകയാണ്. ഇതേ സമയത്തായിരിക്കും നമ്മുടെ മിസ്സുവിന് ഒരു കോള് വരുന്നത്. കോള് ചെയ്യുകയാണ് നമ്മുടെ മിസ്സുവിൻ, വേറെ ആരുമല്ല നമ്മുടെ മിസ്സിയുടെ അച്ഛനെയാണ് കേട്ടോ കോള് ചെയ്യുന്നത്. അങ്ങനെ അവിടെ നിന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നത് നമ്മുടെ നായകനെയാണ് കാണിക്കുന്നത്. നായകനാണെങ്കിൽ ആ ടൗണിലെ ഓൾ ഇൻ ഓളാണ്, നല്ല സുന്ദരനായിട്ടുള്ളൊരു നായകനാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ നായകനാണെങ്കിൽ മെക്കാനിക്കലാണ്, പ്ലംബറാണ്, അങ്ങനെ ഒട്ടുമിക്ക എല്ലാ പണിയും നമ്മുടെ നായകൻ ചെയ്യും കേട്ടോ. അങ്ങനെ നായകനാണെങ്കിൽ അവിടെ മൊത്തം ഇങ്ങനെ ചുറ്റി നടന്ന് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അങ്ങനെ നായകൻ എല്ലാ ദിവസവും ഇരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഒരു അപ്പൂപ്പൻ്റെ അടുത്ത് എന്താ സുഖമല്ലേ, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഇല്ല എന്നൊക്കെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ മിസ്സുവിനാണെങ്കിൽ നമ്മുടെ നായകൻ്റെ ആ നാട്ടിലോട്ട് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കടൽപ്പുറത്തൊക്കെ ഇങ്ങനെ നടന്ന് ഇങ്ങനെ കടലൊക്കെ ആസ്വദിച്ച് തിരകളൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ അവൾ നടക്കുകയാണ്. അങ്ങനെ അവളുടെ ഷൂവൊക്കെ അവിടെ ഊരിയിട്ടുകയായിരിക്കും. അങ്ങനെ അവളുടെ പഴയ കാലം അവൾ ഓർക്കുകയാണ്. അവളുടെ അച്ഛനും അമ്മയുടെ ഒപ്പമൊക്കെ അവൾ കടലിൽ പോയിട്ട് ഇങ്ങനെ കളിക്കുന്നതൊക്കെ. അങ്ങനെ അത് ഓർക്കുമ്പോൾ അച്ഛനെ വിളിക്കുകയായിരിക്കും കേട്ടോ അവളെ മിസ്സുവിൻ. അങ്ങനെ അച്ഛൻ്റെ ചോദിക്കുകയാണ്, അച്ഛാ നിങ്ങൾക്ക് സുഖമാണോ, എങ്ങനെയൊക്കെ ഉണ്ട് എന്ന് ചോദിക്കും. കുഴപ്പമൊന്നുമില്ല. ഇതേ സമയത്ത് പെട്ടെന്ന് കോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മുടെ മിസ്സുവിൻ്റെ അമ്മ മരിച്ചതിന് ശേഷം വീണ്ടും നമ്മുടെ മിസ്സുവിൻ്റെ അച്ഛൻ ഒരു കല്യാണം കഴിച്ചിട്ടോ. അപ്പോൾ ആ അമ്മ ചോദിക്കുകയാണ്, നിങ്ങൾക്കൊന്ന് അവളോട് മര്യാദ സംസാരിച്ചാൽ എന്താ, എന്നാ മര്യാദക്കൊക്കെ സംസാരിക്കുന്നതെന്ന് പറയുകയാണ്. ഇതേ സമയത്ത് മിസ്സുവിൻ്റെ അച്ഛൻ ചോദിക്കുകയാണ്, ഇന്ന് എന്താ ഡേറ്റ്, ഇന്ന് 26 അപ്പോൾ അച്ഛന് മനസ്സിലാവുകയാണ് ഇന്ന് മിസ്സുവിൻ്റെ ബർത്ത്ഡേ ആണെന്ന് കേട്ടോ. അങ്ങനെ നമ്മുടെ മിസ്സുവിനാണെങ്കിൽ ആ തിരകളൊക്കെ എണ്ണി മെല്ലെ മെല്ലെ നടക്കുമ്പോൾ നമ്മുടെ നായകനെ കണ്ടുമുട്ടുകയാണ്. നായകനാണെങ്കിൽ ആ കടലിൽ കൂടെ ഇങ്ങനെ അതായത് ബോട്ടൊക്കെ വെച്ച് ഇങ്ങനെ നടക്കുന്നത് കാണുകയാണ്. അങ്ങനെ നമ്മുടെ മിസ്സുവിനാണെങ്കിൽ അവൾ ഷൂ വെച്ച സ്ഥലത്തോട്ട് വരുമ്പോഴാണെങ്കിൽ അവിടെ ഒരു പെയർ ഷൂ കാണുന്നില്ല. അപ്പോൾ വേറൊരു പെയറാണെങ്കിൽ നമ്മുടെ നായകൻ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. നിങ്ങൾ എനിക്ക് അടുത്ത പേരും കൂടി കണ്ടുപിടിച്ച് തരുമോ, ഒരു പേരിട്ട് ഞാൻ എങ്ങനെ പോകുന്നത്, ഒന്ന് പോയടി, ഞാൻ നിനക്കിത് കണ്ടുപിടിച്ചതെന്നൊന്നുമല്ല, ഇത് എൻ്റെ അടുത്തോട്ട് ഒഴുകി വന്നപ്പോൾ ഞാൻ എടുത്തുകൊണ്ട് വന്നതാണ്, നീ നിൻ്റെ കാര്യം നോക്കി പോയേ, എനിക്കിതൊന്നും കണ്ടുപിടിച്ച് നടക്കില്ല പണി, എനിക്ക് വേറെ 100 കൂട്ടം പണിയുണ്ട്, നിനക്ക് വേണമെങ്കിൽ ഞാൻ നിനക്ക് എൻ്റെ ചെരുപ്പ് തരാം, ആ ചെരുപ്പിട്ട് നീ വേണമെങ്കിൽ പൊക്കോ, അല്ലെങ്കിൽ നീ ഇവിടെ തന്നെ നിൽക്കുക, എനിക്കിപ്പോൾ എന്ത് നീ ഇവിടെ നിന്നാലും എന്ന് പറഞ്ഞ് നമ്മുടെ മിസ്സുവിന് ആകെ സങ്കടപ്പെട്ട് പോവുകയാണ് കേട്ടോ. കാരണം നമ്മുടെ മെസ്സിനാണെങ്കിൽ ആശിച്ച് വാങ്ങിയ ഒരു ഷൂ ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിനുമാണ് ഇതേപോലത്തെ ഒരു ഗതിയാവുകയും ചെയ്ത്. അങ്ങനെ മാറി നിൽക്കടി എന്ന് പറഞ്ഞ് നമ്മുടെ മെസ്സിന് നമ്മുടെ നായകൻ ആ ഷൂവിനെ എറിഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അവിടുന്ന് നമ്മുടെ നായികയ്ക്ക് വേറെ വഴിയില്ലാതെ ഒരു ഷൂ കൈ പിടിച്ചുകൊണ്ട് നമ്മുടെ നായകൻ കൊടുത്ത ഷൂ ഇട്ടുകൊണ്ട് നടന്ന് പോകുമ്പോഴായിരിക്കും 2 കുട്ടികളൊന്ന് കരയുന്നത്. അപ്പോൾ പല്ല് കൈ പിടിച്ചൊരു കുട്ടി കരയുമ്പോൾ നമ്മുടെ മെസ്സിനും ചോദിക്കുന്നു, മോളെ പല്ലേനെ പറഞ്ഞത്, എപ്പോഴാണ് പറഞ്ഞത്, എൻ്റെ അല്ല പല്ല് പറഞ്ഞത്, ചേട്ടൻ്റെ പല്ലാണ് പറഞ്ഞതും പറഞ്ഞ് അവിടെ മെസ്സിൻ്റെ അടുത്തുനിന്ന് കരയുകയാണ്. നമ്മൾ തൊട്ടടുത്ത് നിൽക്കുന്ന ആൺകുട്ടിയുടെ പല്ലാണ് പറഞ്ഞത്, പക്ഷെ അവൻ കരയൊന്നുമില്ല, തൊട്ടടുത്തുള്ള പെൺകുട്ടിയാണ് എന്ന് കരയുന്നത്.
അങ്ങനെ മോൻ കരയൊന്നും വേണ്ട, ഇവിടെ തൊട്ടടുത്തുള്ള ക്ലിനിക്ക് എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ അവർ പറയുകയാണ്, ഇവിടെ തൊട്ടടുത്ത് ക്ലിനിക്കൊന്നും ഇല്ല ആൻറ്റി, ഞാൻ ഇനി എന്ത് ചെയ്യും ആൻറ്റി, എനിക്ക് വേദന എടുക്കണ ആൻറ്റി എന്നൊക്കെ നമ്മുടെ ആ കൊച്ചു പയ്യൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ തൊട്ടടുത്തുള്ള ഒരു മെഡിക്കൽ ഷോപ്പിൽ പോയതിന് ശേഷം നമ്മുടെ മിസ്സിനാണെങ്കിൽ അതിനുള്ള മരുന്നും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണ്. അങ്ങനെ നേരെ നമ്മുടെ ആ കുട്ടിയുടെ വീട്ടിലോട്ട് പോകുന്ന സമയത്ത് ആ കുട്ടിയുടെ അമ്മയും അച്ഛനും ഡിവോഴ്സ് ആയതാണ് കേട്ടോ. അങ്ങനെ കുട്ടിയുടെ അച്ഛൻ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഒന്ന് പോയെന്ന്, നിങ്ങൾ ഇവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുകയൊന്നും വേണ്ട. ഇതേ സമയത്ത് നമ്മുടെ ആ കുട്ടിയുടെ അമ്മ ചോദിക്കുകയാണ്, ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ആ കൊച്ചിന് ഓടി വരികയാണ്. അപ്പോൾ എന്ത് പറ്റി? എൻ്റെ പല്ല് പറഞ്ഞതാണെന്ന് വെച്ചാൽ. അപ്പോൾ തന്നെ പറയും, പല്ല് പറഞ്ഞോ നിൻ്റെ? ഭാഗ്യം, നിനക്ക് ആരിതൊക്കെ വെച്ച് തന്നത്? ആൻറ്റിയാ വെച്ച് തന്നെന്ന് പറഞ്ഞ് നമ്മുടെ മിസ്സിനെ ചൂണ്ടിക്കാണിക്കുകയാണ് കേട്ടോ. അങ്ങനെ അവർ നമ്മുടെ മിസ്സിനോട് നന്ദി പറയുകയാണ്. ഇവിടെ വെച്ചാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. നാളെ ഒരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ട്, അപ്പോൾ എല്ലാവരും കാണാൻ ശ്രമിക്കുക.